ദുഷ്പ്രചാരണം നടത്തുക എന്നൊരു രീതി ചില ആളുകൾക്കുണ്ടാവും. ഹാസിദീങ്ങൾ, അസൂയാലുക്കൾ. അസൂയാലു എന്ന് പറഞ്ഞാൽ അവന് സ്വയം ഉയരാൻ കഴിയില്ല. കാരണം അവന് വേറെയുള്ള ആൾക്കാരെ കുറ്റം കുറവ് നോക്കലായിരിക്കും പണി. അപ്പോൾ സ്വയം ഉയരാൻ കഴിയില്ല. നീ പുറത്തുള്ള ആളെ കുറ്റം കുറവ് നോക്കിയതുകൊണ്ട് അയാൾക്ക് വല്ല പരാജയവും സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അയാളെ റൂട്ടിലൂടെ മുന്നോട്ട് പോകുക. അപ്പോൾ ചില ആൾ പറയും എല്ലാ ഉദവികൾക്കും ഒരു കൊന്തറമ്പല്ലുണ്ടാവും. ഉദാഹരണം, അത് അവനവൻ്റെ മക്കളുടെ കാര്യത്തിലുണ്ടാവും. അവനവൻ്റെ മക്കളുടെ കാര്യത്തിലുണ്ടാവും. പിതാവ് ഉദ്ദേശിക്കണ മാതിരി എല്ലാ കുട്ടികളും വളരുക. പല ഡിഫക്ട്സും ഉണ്ടാവും. തിരുത്താൻ നോക്കുക. മതസ്ഥാപനങ്ങളിൽ നിന്ന് പുറത്ത് നിന്ന് ഡാർവിനിൽ നിന്നല്ല, വിവിധ മതസ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്ന എത്രയോ ആളുകൾക്ക് ഗുരുതരമായ അയോഗ്യതകളുണ്ട്. കാലഘട്ടവും സാഹചര്യമൊക്കെ അങ്ങനെ. തിരുത്താൻ നോക്കണം എന്നുള്ളതിന് പരിഹാരം. എന്നാൽ അത് തെറ്റ് പിടിച്ചിട്ട് ദോഷം പറഞ്ഞിട്ട് അതിനെ ഇകഴ്ത്താനും തളർത്താനും അവഹേളിക്കാനും പോകുന്നത് അസൂയ എന്നുള്ള രോഗം കൊണ്ടാണ്. രണ്ട് രോഗം ഉണ്ടായിരുന്നു. മുമ്പൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നത് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു, മുടി കൃഷി ചെയ്യാനുള്ള സംവിധാനമായി, ഹെയർ പ്ലാന്റേഷന് സംവിധാനമായി. അസൂയക്ക് ഒരു ചികിത്സയും വന്നിട്ടില്ല. അത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അസൂയാലുവിന് ഒട്ടും ഉയരാൻ കഴിയില്ല. കാരണം അവന് വേറെയുള്ള ആൾക്കാരുടെ കുറ്റം കുറവ് നോക്കല പണി. വേറെയുള്ള ആൾക്കാർ അവരവരുടെ റൂട്ടിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. അപ്പോൾ അവൻ്റെ ജീവിതം തന്നെ നിഷ്ഫലമാകുകയാണ്. അസൂയ ഉണ്ടായതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റ് മൈനസ് വരുത്താൻ കഴിയുമോ? അത് കഴിയില്ല. കാരണം അത് അവരവരുടെ റൂട്ടിൽ പോയിരിക്കും. ഇവനോ പുരോഗമിക്കാൻ കഴിയുമോ? ഇല്ല. ഇവന് ഒരു ദിവസം മറ്റേ ആൾ നോക്കണം, മറ്റു സുലൈമാനാജിൻ്റെ നോക്കണം, മൊയ്തീനാജിൻ്റെ നോക്കണം, സഫാരിൻ്റെ നോക്കണം, എന്തൊക്കെ കുറ്റും കുറവൊക്കെ അതിന് ചുറ്റി കൂടാണ്. മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞ സ്വഭാവമല്ല. അപ്പം നിങ്ങളൊക്കെ ദാറുൽ ഹുദയുടെ ഗുണകാംക്ഷികളായിരിക്കണം എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അവരെ കുറ്റം പറയൽ നമ്മൾ ലക്ഷ്യം. അത് ദുനിയാവിൽ എത്ര സമ്പൂർണ്ണനാണെങ്കിലും, മുത്തനബിൻ്റെ ഉദാഹരണം പറയാം. മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നക്കല മജ്നൂൻ, എനിക്ക് പിരാന്താണ്. ഇന്നക്കല മജ്നൂൻ, ഇന്നക്കാരൻ ഒരാൾ അഭിമുഖമായി സംസാരിക്കണം. പെരാന്ത് വടക്കോട്ട് പോകുമ്പോൾ പെരാന്ത് എന്നാണ് പറയുക. ഭ്രാന്തിൻ്റെ വല്ല ലക്ഷണം നബിക്കുണ്ടായിരുന്നു? ഇല്ല. എന്നിട്ടും അവർ പറഞ്ഞു, ഇന്നക്കല മജ്നൂൻ, നീ പിരാന്തൻ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അറബിയിൽ. നീ കവിയാണ്, മറ്റാളാണ്, മറിച്ചാളെന്നൊക്കെ പല കുറ്റങ്ങളും പറഞ്ഞു. ഖുർആൻ പലതിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഉയരാൻ കഴിഞ്ഞോ? ഇല്ല. നബിക്ക് താഴേണ്ടി വന്നോ? ഇല്ല. റഫഅനാ ലക ദിക്റക. പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ട് അത് സമൂഹത്തിൽ ദുഷ്പ്രചാരണം നടത്തുക എന്നൊരു രീതി ചില ആളുകൾക്കുണ്ടാവും. ഹാസിദീങ്ങൾ, അസൂയാലുക്കൾ. അസൂയാലു എന്ന് പറഞ്ഞാൽ അവന് സ്വയം ഉയരാൻ കഴിയില്ല. കാരണം അവന് വേറെയുള്ള ആൾക്കാരെ കുറ്റം കുറവ് നോക്കലായിരിക്കും പണി. അപ്പോൾ സ്വയം ഉയരാൻ കഴിയില്ല. നീ പുറത്തുള്ള ആളെ കുറ്റം കുറവ് നോക്കിയതുകൊണ്ട് അയാൾക്ക് വല്ല പരാജയവും സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അയാളെ റൂട്ടിലൂടെ മുന്നോട്ട് പോകുക. അപ്പോൾ ചില ആൾ പറയും എല്ലാ ഉദവികൾക്കും ഒരു കൊന്തറമ്പല്ലുണ്ടാവും. ഉദാഹരണം, അത് അവനവൻ്റെ മക്കളുടെ കാര്യത്തിലുണ്ടാവും. അവനവൻ്റെ മക്കളുടെ കാര്യത്തിലുണ്ടാവും. പിതാവ് ഉദ്ദേശിക്കണ മാതിരി എല്ലാ കുട്ടികളും വളരുക. പല ഡിഫക്ട്സും ഉണ്ടാവും. തിരുത്താൻ നോക്കുക. മതസ്ഥാപനങ്ങളിൽ നിന്ന് പുറത്ത് നിന്ന് ഡാർവിനിൽ നിന്നല്ല, വിവിധ മതസ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്ന എത്രയോ ആളുകൾക്ക് ഗുരുതരമായ അയോഗ്യതകളുണ്ട്. കാലഘട്ടവും സാഹചര്യമൊക്കെ അങ്ങനെ. തിരുത്താൻ നോക്കണം എന്നുള്ളതിന് പരിഹാരം. എന്നാൽ അത് തെറ്റ് പിടിച്ചിട്ട് ദോഷം പറഞ്ഞിട്ട് അതിനെ ഇകഴ്ത്താനും തളർത്താനും അവഹേളിക്കാനും പോകുന്നത് അസൂയ എന്നുള്ള രോഗം കൊണ്ടാണ്. രണ്ട് രോഗം ഉണ്ടായിരുന്നു. മുമ്പൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നത് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു, മുടി കൃഷി ചെയ്യാനുള്ള സംവിധാനമായി, ഹെയർ പ്ലാന്റേഷന് സംവിധാനമായി. അസൂയക്ക് ഒരു ചികിത്സയും വന്നിട്ടില്ല. അത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അസൂയാലുവിന് ഒട്ടും ഉയരാൻ കഴിയില്ല. കാരണം അവന് വേറെയുള്ള ആൾക്കാരുടെ കുറ്റം കുറവ് നോക്കല പണി. വേറെയുള്ള ആൾക്കാർ അവരവരുടെ റൂട്ടിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും. അപ്പോൾ അവൻ്റെ ജീവിതം തന്നെ നിഷ്ഫലമാകുകയാണ്. അസൂയ ഉണ്ടായതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റ് മൈനസ് വരുത്താൻ കഴിയുമോ? അത് കഴിയില്ല. കാരണം അത് അവരവരുടെ റൂട്ടിൽ പോയിരിക്കും. ഇവനോ പുരോഗമിക്കാൻ കഴിയുമോ? ഇല്ല. ഇവന് ഒരു ദിവസം മറ്റേ ആൾ നോക്കണം, മറ്റു സുലൈമാനാജിൻ്റെ നോക്കണം, മൊയ്തീനാജിൻ്റെ നോക്കണം, സഫാരിൻ്റെ നോക്കണം, എന്തൊക്കെ കുറ്റും കുറവൊക്കെ അതിന് ചുറ്റി കൂടാണ്. മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞ സ്വഭാവമല്ല.
അപ്പം നിങ്ങളൊക്കെ ദാറുൽ ഹുദയുടെ ഗുണകാംക്ഷികളായിരിക്കണം എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അവരെ കുറ്റം പറയലും നമ്മൾ ലക്ഷ്യം. അത് ദുനിയാവിൽ അത്ര സമ്പൂർണ്ണനാണെങ്കിലും മുത്തനബിൻ്റെ ഉദാഹരണം പറയാം. മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നക്കല മജ്നൂൻ, എനിക്ക് പിരാന്താണ്. ഇന്നക്കല മജ്നൂൻ, ഇന്നക്കാരൻ ഒരാൾ അഭിമുഖമായി സംസാരിക്കണം. പെരാന്ത് വടക്കോട്ട് പോകുമ്പോൾ പെരാന്ത് എന്ന് പറയാം. ഭ്രാന്തിൻ്റെ വല്ല ലക്ഷണം നബിക്കുണ്ടായിരുന്നു ഇല്ല. എന്നിട്ടും അവർ പറഞ്ഞു, ഇന്നക്കല മജ്നൂൻ, നീ പിരാന്തൻ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അറബിയിൽ. നീ കവിയാണ്, മറ്റാളാണ്, മറിച്ചാളെന്നൊക്കെ പല കുറ്റങ്ങളും പറഞ്ഞു. ഖുർആൻ പലതിനും മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഉയരാൻ കഴിഞ്ഞോ? ഇല്ല. നബിക്ക് താഴേണ്ടി വന്നോ? ഇല്ല. റഫഅനാ ലക ദിക്റക,